സംഭവം എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു മാക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വൈറ്റ് സോസ് വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ്. ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രം വെച്ചൊരു തട്ടിക്കൂട്ടലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും നോർമലി നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കുമായിരിക്കും. അപ്പോൾ എനിക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് നിർത്തിയാൽ ഞാനൊരു നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മാക്രോണിക്ക് ആവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. ചില ആൾക്കാർ അല്ലാതെ ഇടും, അതായത് അല്ലാതെ തിളച്ച് വന്നതിന് ശേഷം മാക്രോണി ഇടും. ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് പൊങ്ങി ചാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ വലിയ ജോലി. അപ്പോൾ നമുക്ക് ഫ്ലെയിം കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലെയിമിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അടിയിൽ കൂടെ ഫ്ലെയിം കത്തിയിട്ട് ഇപ്പോൾ കുഴപ്പമില്ല. നമുക്കൊന്നൊരു ഇതിൽ വെച്ച് കൊടുക്കാം. മാക്രോണി നന്നായിട്ട് തിളച്ച് അതിൻ്റെ നല്ല വേവണുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വെന്ത് കിട്ടണം. അതവിടെ കിടന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കാം. നമ്മളെ മാക്രോണി ഇതാ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ടത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാണ്. പണ്ടൊക്കെ ഈ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നല്ല രീതിയിൽ നിന്ന് വേവിക്കാറില്ലായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ വെന്ത് ഇതാവുമ്പോൾ തന്നെ എടുക്കുമല്ലോ. സംഭവം നമുക്ക് അറിയാൻ വയ്യായിരുന്നു എങ്ങനെയാണ് വേവിച്ചെടുക്കണത്. പിന്നെ ഈ മാക്രോണി പാസ്ത തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയാൻ വയ്യ. രണ്ടും എനിക്ക് ഒരുപോലെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പണ്ട് അതുപോലെയൊക്കെ ചെയ്തിട്ട് വയറൊക്കെ വേദനിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട്, വേവാതെയൊക്കെ വന്നിട്ട്. അപ്പോൾ അറിയാം കേട്ടോ അത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മാക്രോണി ഇതാ വെന്തിട്ടുണ്ട്. നമുക്കിന്ന് ഊറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണെ. ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കട്ടി കൂട്ടിയിടണമെങ്കിലും ഇടാം. എന്നിട്ട് അതുകൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇതായിട്ട് ഇതാക്കിയെടുക്കണം. അപ്പോൾ ഈ സീസണിൽ ബിഗ് ബോസ് എല്ലാവരും കാണുന്നവരാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫാൻ ബേസ് ഒന്നുമില്ല. പക്ഷേ ഋഷിയെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം ഋഷിയുടെ ആ ഒരു പെർഫോമൻസ്, അതായത് അൻസിബ പോയ സമയത്തുള്ള ആ ഒരു വിഷമം ഉണ്ടല്ലോ, ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ്. നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് വരാതിരിക്കുമ്പോൾ അതുവരെ ഭയങ്കര ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ. ആ ഒരു ഇതാണ് എനിക്ക് ശരിക്കും അൻസിബ പോയപ്പോൾ ഋഷിക്ക് ഉണ്ടായ ഒരു ഇത്. കാരണം ഒരു ദിവസം വരാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നു, ഒറ്റപ്പെടലേ. അതേ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ ഒത്തിരി ഇതായിട്ട് വരണുണ്ട്, നല്ല ഗെയിമൊക്കെ കളിച്ച് വരണുണ്ട് ഋഷി. അങ്ങനെ പേഴ്സണലി ആയിട്ട് ഇഷ്ടം അങ്ങനെയല്ല, എന്നാലും ഋഷി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. നല്ല ജെന്യുവനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഋഷിയുടെ ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൈദ നല്ല രീതിയിൽ വറുത്തിട്ടുണ്ട്. നമുക്കിതിൽ പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പാൽ ഒഴിക്കുമ്പോൾ ഒന്ന് കട്ടി പിടിക്കുക. അത് ഇതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ആ സമയത്ത് നല്ല കട്ടിപ്പാലാണ്. നന്നായിട്ടൊന്ന് കുറുകി വരണുണ്ട്. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ മാക്രോണിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് എനിക്കിഷ്ടമാണ് ഇതിങ്ങനെ ചേർക്കണത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. വേറെ മസാല നമ്മൾ ചേർക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും ഇതൊക്കെ നല്ലോണം ഉണ്ടാക്കുന്നവർ എന്നെ കണ്ടാൽ അടിക്കും. ഞാൻ എൻ്റെ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന അത്രയേ ഉള്ളൂ. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എത്ര ക്വാണ്ടിറ്റി ഉള്ളൂ നമ്മളെ മാക്രോണി അതൊന്ന് ഇട്ടിട്ട് സോസിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല കട്ടിയാവും. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ നമ്മളെ മാക്രോണി മിക്സല്ല ഇതിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കെച്ചപ്പാണ് ഇടുന്നത്. കെച്ചപ്പ് എന്നിട്ട് എടുക്കാം. ഇനി ഞാൻ ക്രീം ചീസാണ് കേട്ടോ ഇടുന്നത്. എൻ്റെ കയ്യിൽ മറ്റേതില്ലായിരുന്നു. മറ്റേതുള്ളവർ അത് ഉണ്ടാക്കുന്ന ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ക്രീം ചീസ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണം. എനിക്കിഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോണ്ടി കഴിച്ച് ഈ ഒരു പരുവത്തിലായി. ഇഷ്ടമുള്ളതുകൊണ്ട് എപ്പോഴും എടുത്ത് വെച്ച് കഴിപ്പേന ജോലി. ഇത് ചീസ് പോലെ തന്നെ നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളെ സംഭവം എന്താ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിച്ച് നോക്കാം. ഞാൻ കഴിച്ചിട്ടുള്ള തന്നെ, എന്നാലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. സ്വന്തമായിട്ടുണ്ടായിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറയും. സൂപ്പർ ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ വീട്ടിൽ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഇവിടെ ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഉള്ളൊരു സംഭവം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി. നമ്മൾ മറ്റേ ഇന്ത്യൻ സ്റ്റൈലിലുണ്ടാക്കും, സവാളയും ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടാക്കും. പക്ഷേ എനിക്ക് അതിനേക്കാളും എനിക്കിഷ്ടം ഈ ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.